നമുക്കൊരു മിഷൻ മേടിക്കണം, ഓട്ടോമാറ്റിക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. കേൾക്കുമ്പോ തന്നെ നമ്മൾ ചെവിയിൽ ട്രാൻസ്ലേറ്റ് ആവും. പാർലമെന്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. One French fries. French fries. Small or big? Okay. മോണ്ടെവീഡിയോ ഉറുഗ്വേ രാജ്യത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്നറിയോ? ഞങ്ങളുടെ അതുവരെ വർക്ക് ചെയ്തിരുന്ന ഇൻ്റർനെറ്റ് വർക്ക് ചെയ്തേ. അപ്പോൾ ഇൻ്റർനാഷണൽ റോമിങ്ങും വർക്ക് ചെയ്യുന്നില്ല, വൈഫൈയും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതുവരെ മാനേജ് ചെയ്തിരുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ്. കാരണം ഇവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലല്ലോ. വിശന്നൊരു പരുവായി, എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അതിഭീകരമായ അവസ്ഥ. എന്തെങ്കിലും ഓർഡർ ചെയ്തേ പറ്റൂ എന്നുള്ളത്. ഇവരാണെങ്കിൽ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഞങ്ങൾക്ക് വൈഫൈ പാസ്വേഡൊക്കെ പറഞ്ഞു, അവിടെ വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയിരുന്നു. മരിയ യുനോ 111 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതും വർക്കാവുന്നില്ല. പിന്നെ കുറേ ആദ്യം ഭയങ്കര സങ്കടവും ചിരി എല്ലാം കൂടെ ഒരു അവസ്ഥയായിരുന്നു. ഗൂബു നിർത്താതെ ചിരിക്കായിരുന്നു. അത് കാരണം എന്താ വെച്ചാൽ ഇവർ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട്, ഞാനും അഭിയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഗോപുവിന് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കണ്ടേ, ഇത് എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ചില നാടുകളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത്. ഇതിൽ വേറൊരു ചലഞ്ച് എന്താ പറയുക, ഈ അഭിജിത്തും ഗോപുവൊക്കെ വെജിറ്റേറിയൻസുമാണ്. ഗോപുവൊക്കെ എഗ്ഗ് മാത്രമേ കഴിക്കുള്ളൂ, അതും പുറത്തുനിന്ന് എഗ്ഗ് കഴിക്കില്ല, വീട്ടിൽ നിന്ന് മാത്രം എഗ്ഗ് കഴിക്കുന്നു. അങ്ങനെ പല കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിട്ട് ഒരു ലാറ്റിൻ അമേരിക്കയിൽ പോയാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. No meat, no fish, no beef, vegetables, pachacurri. Decirle que tenemos de pasta, ravioles de verdura. Pasta. Salsa de pollo. This is the only the raviolones vegetables. Yes. Raviolones vegetables and the sauce, the puerro is vegetable. Puerro is I don't know in English. It's vegetable. Maria. Small letter, M. 111. Maria small letter together juntos 111. Spoon. This is in Barcelona for the job. No, el peregrino. ബാർസലോണയെന്ന് വാങ്ങിച്ചോ? Maria 111 small letter. Maria spelling? Maria. അതറിയില്ല. മരിയയുടെ സ്പെല്ലിംഗ് അറിയില്ല. M. Yes. 111. ഇവരെല്ലാവരും ഒരേ ഭാഷയാണ് നീ ഇങ്ങനെ കിടന്നിരിക്കുന്നു? അവര് കളിയാക്കുന്നതാണോ കുഴപ്പം? ആ പുള്ളിക്കാരി കലിപ്പായി. എല്ലാരും മരിയനെ പിടിച്ചിരിക്കുക. മരിയോണ്ട് നേരത്തെ പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. ഇല്ലില്ല. അങ്ങനെ നമ്മൾ ഉറുഗ്വേ എന്ന് പറഞ്ഞ രാജ്യത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മോണ്ടെവീഡിയോയിലെ പോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. നമ്മുടെ നോർവീജിയൻ സ്റ്റാർ. അതിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നങ്കൂരത്തിൻ്റെയൊക്കെ ഒരു ഇത് ഒറിജിനൽ നങ്കൂരം തന്നെയാണ് തോന്നുന്നു. പെയിൻ്റൊക്കെ ചെയ്തെല്ലാം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഫുൾ കറങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്തൊക്കെയാണ് കറങ്ങാനുള്ളത് നമ്മൾ തന്നെ പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ നോർവീജിയൻ സ്റ്റാർ എടുക്കും. അത് എടുക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തണം. ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സ് പോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളല്ലേ. ഈ സാധനങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് കളർ ചെയ്തപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ എന്ത് രസം. നമ്മുടെ നാട്ടിലെ ക്രെയിനൊക്കെ ശരിക്കും ഇതുപോലെ കളർ ചെയ്ത് നടന്നോടെ അല്ലേ. നമ്മുടെ JCB ഒക്കെ ഈ
റെയിൻബോ പോലൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഗോപി ചേച്ചി ആണ്ടത് കേട്ടോ ചേച്ചി. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവത്തുണ്ടേ. പുള്ളി സ്പാനിഷിലും ചേച്ചി മലയാളത്തിലും സംസാരിക്കും. ഞാനാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വിചാരിച്ചത്. ഷർട്ട് വലിക്കണം, ഗിറ്റാർ കഴിക്കണം, മൈക്കിൽ കൂടെ പാടണം. ഇയാളുടെ കഷ്ടപ്പാട് ഭയങ്കര തന്നെ. No. I temporarily quit because I said, let me wait till I retire. ചേച്ചി കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. വേറെന്തോ പോലെ അയാളോട് എന്താ കഥയൊക്കെ അയാൾ എന്നെ വിടുന്നില്ല. എന്റെ പേരെന്താ, പേരിന്റെ അർത്ഥം എന്താ, പുള്ളി ഫോളോ ചെയ്യിപ്പിച്ചു. പുള്ളിന്റെ കടയുടെ ഫോട്ടോ എടുപ്പിച്ചു. നമ്മളെക്കാൾ വലിയ സാധനം ഞാൻ വേണമായിരുന്നു. ഞാൻ ചെയ്തില്ല. അപ്പോൾ നമ്മളൊരു സൊവിനിയർ കടയിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ കണ്ടത് അത് കയറി എന്നുള്ളത് ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ആ ഒരു കടയിൽ കയറിയിട്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഹായ് ഒക്കെ കാണിച്ചു പോയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ വിഷ്വലിൽ ഇങ്ങനെ ഒരു സംഭവം അത് വാങ്ങാൻ പൈസ കൊടുത്തായിരുന്നോ? ആ കൊടുത്തു. അങ്ങനെയാണ് കയ്യിലിടുന്നതിന്റെ ഉഷുവായി കയ്യിലിട്ട്. എനിക്കല്ലേ മാച്ച്. അല്ലല്ലല്ലല്ല അതല്ല ഇത് വാങ്ങണതിനെ കുറിച്ച് ചിന്തിച്ചു പോലും ഞാൻ. ഇപ്പൊ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൂരത്തിന്റെ കണ്ണാടി വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ. ആദ്യം അവള് ഇത് വാങ്ങാൻ നേരത്തെ അവള് ചോദിച്ചത് ഇട്ട് നടക്കുമോ, അതിനുള്ള ഗട്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോട്ടോ. ഇപ്പൊ ഇത് ഇട്ട് നടക്കാൻ വേണ്ടിട്ട് അടിയായി. സൂര്യനെ കണ്ടു. ഇത് കൊള്ളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, മൊണ്ടേ വീഡിയോയില് എന്തിട്ട് കഴിഞ്ഞാൽ അല്ല എവിടെ നോക്കിയാലും ഭയങ്കര കളർഫുള്ളാണ്. വെരി കളർഫുൾ. നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട JCBയുടെ കളർ വരെ കണ്ടില്ലേ? അല്ല JCB അല്ല, ക്രെയിൻ്റെ ഒക്കെ കളർ. അതുപോലെ എല്ലാത്തിനും ഭയങ്കര കളറാണ്. ഇതൊക്കെ സാധനം അവിടെ പോയി നമ്മൾ ഇത് വാങ്ങിയപ്പോൾ ഉറുഗ്വേ കോയിനൊക്കെ നമുക്ക് കിട്ടി. യെസ്, നടക്കാം. അവിടെ നീളം നോക്കി കാലിന്റെ. മലയാളി അവന്റെ കാലിന് ഭയങ്കര നീളം ആണോ? വരുന്നുണ്ട് അണ്ണം വരുന്നുണ്ട്. ഇതൊന്നും എന്റെ ഇടയിൽ കൂടെ ഓടുന്ന എവിടെ അണ്ണൻ? അല്ല നമ്മുടെ അണ്ണൻ. അങ്ങനെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാന്ന് പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ എങ്ങനെയാന്ന് പറഞ്ഞത്? അവരെന്തൊരു സ്പീഡിലാണ് ഓടുന്നേ.
നമ്മള് വെറുതെ കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ. അവിടെ വന്ന് ഇതല്ല, ഇതിന്റെ അപ്പുറം പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ അധികം ഉറക്കാൻ പാടില്ല. ഓ ഇപ്പൊ തന്നെ പേടിച്ചാണ്. ആ സൈഡ് മറിയോണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴി. ചേച്ചി ചെയ്ത് നോക്ക്, തിരിച്ചാൽ മാത്രം പോരാ. നല്ല ഓ ഇതൊക്കെ Have a great day. Thank you. I would rather stay down. Garlic for both course. പക്ഷെ വിൻഡോ എടുക്കാൻ പറ്റില്ല, വിൻഡോ പുരുഷന്മാർക്കുള്ളതാണ്. ഓൺലി ഫോർ ആദ്യമായിട്ടാ ഡബിൾ ഡക്കറിൽ കയറുന്നു. അവിടെ കിടക്കും, അവിടെ കിടക്കും. ഒക്കെ ഇൻഫോമറിനൊക്കെ ഇതൊക്കെ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇവിടെ വേറെ റേഡിയോ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ വെറുതെ ഇരിക്കാനാണ് വയ്യാത്ത. സമയത്തിനൊത്ത പാട്ട്. വെറുതെ ചിരിക്കാം. ഇതാണ് ഉറുഗ്വേയിലെ മീറ്റ് മാർക്കറ്റ്. ആഹാ അപ്പോൾ നമ്മൾ ഉറുഗ്വേയോട് ബൈ ബൈ പറയുകയാണ്. തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടി കയറാൻ പോവാണ്. ഇതായിരിക്കുന്നു നമ്മുടെ വണ്ടി. യെസ് ടാറ്റാ ബൈ സീ യു. ഉറുഗ്വേ മോണ്ടെവീഡിയോയുടെ യാത്ര പറയുകയാണ്. ടാറ്റാ. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള മോണ്ടെവീഡിയോ ചുറ്റിക്കറങ്ങി ഞങ്ങൾ നേരെ നോർവീജിയൻ സ്റ്റാർ ക്രൂസിലേക്ക് തിരിച്ചു കയറി ജക്കൂസിയിലേക്ക് എടുത്ത് ചാടി. ഇവിടുത്തെ ജക്കൂസിയിൽ നല്ല ചൂടുവെള്ളമാണ്, പുറത്ത് നല്ല തണുപ്പാണ്. എസ്പെഷ്യലി അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ ഇപ്പോൾ വേറിട്ടൊരു എക്സ്പീരിയൻസ്. കാരണം പുറത്ത് ഗംഭീര തണുപ്പും ഉള്ളിൽ ചൂടുവാണല്ലോ. അപ്പോൾ നമ്മൾ ജക്കൂസിയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇതിനു വേണ്ടി അടിയാണ് പല സമയത്തും ആളുകൾ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി
ജക്കൂസി മുമ്പും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ചുറ്റും വെള്ളം അതിനകത്ത് ഉള്ളിൽ വീണ്ടും ഒരു വെള്ളത്തിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ക്രൂസിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ നോക്കാവുന്നതാണ്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ഫെസിലിറ്റീസ് കാണിച്ചു കഴിഞ്ഞിട്ടില്ല, അത് കാണിച്ച് തരൂല്ല, കാരണം അത്രയധികം പരിപാടികളുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് റെസ്റ്റോറൻറ്റ്, വേറൊരു ഇൻട്രസ്റ്റിംഗ് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജാപ്പനീസ് ടെപ്പനിയാക്കി റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കുക്കിംഗ് നേരിട്ട് കണ്ടിട്ട് നമുക്ക് അവരുണ്ടാക്കി തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിലും പോയിട്ടുണ്ടെങ്കിലും ലൈവ് കുക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ നിന്ന് ആൾ പെർഫോം ചെയ്യുന്ന പോലെയുള്ള ഭംഗിയിൽ അവർ നിന്നിട്ട് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെ അവർ കുക്കിങ്ങിന് ഓരോ അത് തന്നെ ഒരു പ്രസൻറ്റേഷൻ ആക്കി മാറ്റി നമുക്ക് അപ്പം തന്നെ പ്രസൻറ്റ് ചെയ്ത് തരും. I believe I can kiss this guy. Oh, so no. Nobody wants to kiss Anna. How about you, sir? Anna means elephant. ചേട്ടാ മോളിൽ എടുക്കും. ആട്ടാട്. I love you. Still alive, still moving. Still moving. മുഖം ശരിക്കും. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ഗാർഡൻ സാലഡും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ബാക്കി ആൾക്കാർക്ക് നോൺ വെജ് ഡിഷ് എന്തൊക്കെയാണോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അതെല്ലാം ഒരു ടേബിളിൽ എനിക്ക് തോന്നുന്നു 8 പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ടേബിളിൽ തന്നെ കുറച്ച് UK എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ വേറെ ഏതൊരു കൺട്രിയിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് കാലമായല്ലോ പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇതെല്ലാം കൂടെ എക്സ്പീരിയൻസ്, ദിസ് ഇറ്റ്സെൽഫ് വാസ് ആൻ എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ഈ ഷിപ്പിൽ നിന്ന്, ഈ ക്രൂസിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. എന്ന് വെച്ചാൽ 14 ദിവസത്തോളമാണ് നോർവീജിയൻ സ്റ്റാർ ക്രൂസിനകത്ത് ഉണ്ടായിരുന്നത്. ഓൾറെഡി അതിൻ്റെ ഫെസിലിറ്റീസിനെയും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. പല രാജ്യങ്ങളിൽ നമ്മൾ പോയി, അന്റാർട്ടിക്ക വരെ നമ്മൾ പോയി. ഇനി ഇതിൽ നിന്നും ഇറങ്ങി നമ്മൾ ലാറ്റിൻ അമേരിക്കയിൽ കാര്യമായിട്ട് കറങ്ങാൻ പോവുകയാണ്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഗംഭീര ഡെസ്റ്റിനേഷനാണ്. ബൈ ദ വേ, ആ ഡെസ്റ്റിനേഷന് വേണ്ടി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഗോപുവിൻ്റെ ബാക്ക് പാക്ക് തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ലേഡി ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത്, യുവർ ബാഗ് ഈസ് ഓപ്പൺ ആൻഡ് യു ആർ ഇൻ ലാറ്റിൻ അമേരിക്ക. അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ലാറ്റിൻ അമേരിക്കയ്ക്ക് ഒരു കുപ്രസിദ്ധി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഈ മോഷ്ടാക്കളുടെയും റോബേഴ്സിൻ്റെയും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് എന്ന് പറയപ്പെടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും സേഫ് അല്ല, പല സ്ഥലത്തും ആൾക്കാർ നമ്മുടെ മൊബൈലുകളും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോകും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പോലും മൊബൈൽ പുറത്തേക്ക് ഇട്ടിട്ട് വീഡിയോ എടുക്കരുത് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്ക് നടക്കരുത് സ്ട്രീറ്റ്സിലൂടെ, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുമാണത്. എന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു മിക്സാണ്, ഒരു കയ്പും മധുരം എല്ലാം കൂടെ ഒരു എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ, ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എനർജിയുടെ, ഡാൻസിൻ്റെ, ഫുട്ബോളിൻ്റെ ഒക്കെ ഗംഭീര സ്ഥലവും എന്നാൽ ഏറ്റവും കൂടുതൽ ഫവേലാസുള്ള, ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ ചാലഞ്ചസ് എല്ലാമുള്ള ബ്രസീലിലേക്കാണ്.